നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത അതിന്റെ രണ്ടാമത്തെ ഫേസ് ആയിട്ട് നടപ്പാവേണ്ടിയിരുന്നത് നിലമ്പൂർ മുതൽ നഞ്ചൻകോട് വരെയുള്ള റെയിൽപാതയായിരുന്നു. 100 വർഷക്കാലമായി ഇത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ, ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ, കേന്ദ്ര സർക്കാരും കേരളവും ചേർന്ന് സംയുക്ത പദ്ധതിയായിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും DMRC അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി നിലമ്പൂർ നഞ്ചൻകോട് പാതയെ അട്ടിമറിക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ ചെയ്തത്. ആ നിലമ്പൂർ നഞ്ചൻകോട് പാത ഒരിക്കലും വരാത്ത രീതിയിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്തിനു വേണ്ടിയാണ്? DMRC പ്രായോഗികമല്ല എന്ന് പറഞ്ഞ, DMRC ടെക്നിക്കൽ ഫീസിബിലിറ്റി ഇല്ല, ഫിനാൻഷ്യൽ വയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് നിലമ്പൂർ നഞ്ചൻകോട് പാതയെ അട്ടിമറിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ മലപ്പുറം ജില്ലയുടെയും വയനാടിന്റെയും മലയോര മേഖലയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ആ ഒരൊറ്റ റെയിൽപാത കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ, നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ, ആരോഗ്യ ചികിത്സാ രംഗത്ത് നൂതനമായിട്ടുള്ള സൗകര്യങ്ങൾ തേടി ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാൻ, എന്തിനേറെ നിലമ്പൂരിലെയും വയനാട്ടിലെയും ടൂറിസം കേന്ദ്രങ്ങൾക്ക് വരെ ഈ പുതിയ റെയിൽപാത വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം കിട്ടുമായിരുന്നു. പക്ഷെ അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന സമീപനം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മലയോര മേഖല എന്ന് പറയുന്നത്, മലയോരത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്, ഒരു കാലത്ത് കേരളം പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടവെട്ടുന്ന സമയത്ത് ആ മലയോര ജനത ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും പടവെട്ടുന്ന കാലത്ത് അവർ മലയാളികൾക്ക് ഹീറോ ആയിരുന്നു. ഇപ്പോ അന്നത്തെ സിനിമകളിലൊക്കെ നായകന്മാരാക്കി മലയോരത്തെ കർഷക ജനതയെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് മലയോര ജനതയെ വില്ലന്മാരായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ചില ആളുകൾ ശ്രമിക്കുന്നത്. ഒരു കാലത്ത് ഈ കേരളം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കൂപ്പുകുത്തുന്ന സമയത്ത് മലയോര മേഖലയിൽ വന്ന് ഇവിടെ പടവെട്ടി പണിയെടുത്ത് ജീവിച്ച ഇവിടുത്തെ കർഷകരാണ് കേരളത്തെ പോറ്റി വളർത്തിയത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മലയോരത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ കേരളത്തിന്റെ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് UDF ഈ സമരജാഥ തുടങ്ങിയിട്ടുള്ളത്. ഈ സമരജാഥയ്ക്ക് സമരനായകന് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.